Hi everyone, this is the fourth part of our fourth module, derivatives. And in this part, we're going to see what are forwards, what are futures, and the difference between forwards and futures. So, what are forwards and futures, options and swaps, and so on? We have already seen it is a type of financial derivative. And കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടു derivatives can be classified into two, financial derivatives and commodity derivatives. Commodity derivative എന്ന് പറഞ്ഞാൽ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും, കമോഡിറ്റി ആയിരിക്കും. ഇവിടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കേസിൽ അണ്ടർലൈങ് അസറ്റ് എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആവും, സ്റ്റോക്സ് ആവും, ഇൻഡെക്സ് ആവും, പിന്നെ ക്യാഷ് ആവാം, ഷെയർ ആവാം, ഡിബഞ്ചേഴ്സ് ആവാം. അതാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ we can classify it into four: forwards, futures, options and swaps. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് എക്സ്ചേഞ്ചസ്, എന്താണ് ഒ ടി സീസ് എന്നുള്ളത് ഓൾറെഡി വി ഹാവ് സീൻ ആൻഡ് വി ഹാവ് നോൺ വാട്ട് ആ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇനി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നമുക്ക് ഡിഫറൻസ് നമ്മൾ പഠിച്ചു, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, വാട്ട് ആർ ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്, അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോർവേഡ്സ്. ഫോർവേഡ് ഇസ് എ കോൺട്രാക്ട്. ഇതൊക്കെ ഒരു എഗ്രിമെന്റ് ആണ്. അതായത് ഇത്ര പൈസക്ക് ഇന്ന ഷെയർ ഇത്ര കാലം കഴിഞ്ഞിട്ട് വാങ്ങാം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഇറ്റ് ഇസ് ആക്ച്വലി എ കോൺട്രാക്ട് ഓർ എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ട് പാർട്ടി ഉണ്ടാവും, ബയർ ആൻഡ് സെല്ലർ, ടു പർച്ചേസ് ഓർ സെൽ സംതിങ് അറ്റ് എ ലേറ്റർ ഡേറ്റ് ഓൺ എ പ്രൈസ് എഗ്രീഡ് അപ്പോൺ ടുഡേ. സപ്പോസ് നമ്മുടെ ഇവിടുത്തെ ഫോർവേഡ്, നമ്മളൊരു ഫോർവേഡ് അതിന്റെ അണ്ടർലൈങ് എസറ്റ് ഷെയർ ആണ്. സപ്പോസ് നമ്മൾ ടാറ്റ മോട്ടോഴ്സിന്റെ 100 ഷെയർ 3 മാസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന്റെ 100 ഷെയർ നമ്മൾ ഒരു ഓഗസ്റ്റ് 3 വാങ്ങിക്കും എന്നൊരു എഗ്രിമെന്റിലേക്ക് എത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കമോഡിറ്റി എടുക്കാം. സപ്പോസ് നമ്മൾ എന്താ പറയാ, ഒരു റൈസ് എടുക്കാം. റൈസ് 200 രൂപയുടെ റൈസ്, 200 രൂപയ്ക്കുള്ള റൈസ് നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞാൽ വാങ്ങിക്കും. So that contract is known as forwards. So it basically, forwards എന്ന് പറഞ്ഞാൽ എന്താണ്, it is a type of agreement or a contract between two parties. രണ്ട് പാർട്ടി ഉണ്ടാവും, ബയ്യറും സെല്ലറും. എന്തിനാണ് കോൺട്രാക്ട്? ഇത്ര ക്വാണ്ടിറ്റി സാധനം ഇത്ര കാലത്തിന് ശേഷം വിൽക്കും, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി സാധനം ഇത്ര കാലത്തിന് ശേഷം വാങ്ങും എന്നുള്ള എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ്സ്. ദീസ് ആർ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെന്റ്സ്. അത് സ്റ്റാൻഡർഡൈസ്ഡ് അല്ല, ഇത് ഓവർ ദ കൗണ്ടറിലൂടെയാണ് നടക്കുന്നത്. ഫോണിലൂടെയോ ഡയറക്റ്റ്ലിയോ ആണ് നടക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അല്ല ഫോർവേഡ്സ് ട്രേഡ് ചെയ്യുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഫോർവേഡ്സ് ആർ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെന്റ്സ്. അത് കസ്റ്റമൈസ്ഡ് ആണ്, നമുക്ക് തന്നെ തീരുമാനിക്കാം. സപ്പോസ് ഞാനും വേറൊരാളും തമ്മിലുള്ള എഗ്രിമെന്റ്, ആ എഗ്രിമെന്റിനാണ് നമ്മൾ ഫോർവേഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ പേഴ്സൺ ഹു പ്രോമിസസ് ടു ബൈ ദ സ്പെസിഫൈഡ് അസറ്റ് അറ്റ് എൻ എഗ്രീഡ് പ്രൈസ് ഇസ് ടു ബി ഇൻ ലോങ് പൊസിഷൻ. ബൈ ചെയ്യുന്ന ആളെ ലോങ് പൊസിഷൻ എന്നും സെൽ ചെയ്യുന്ന ആളെ ഷോർട്ട് പൊസിഷൻ എന്നും പറയും. പക്ക ഫിനാൻഷ്യൽ ടേംസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പുതിയതായിരിക്കും. അപ്പൊ ടേംസ് എല്ലാതും ശ്രദ്ധിച്ച് പഠിക്കണം. സോ ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ these are nothing but these are contracts or agreement between two parties. രണ്ട് പാർട്ടി ഉണ്ടാവും, ബയ്യറും ഉണ്ടാവും, സെല്ലറും ഉണ്ടാവും. എന്തിനാണ്? ടു പർച്ചേസ് ഓർ സെൽ സംതിങ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രൈസ് എഗ്രീഡ് അപ്പോൺ ടുഡേ. അതിന്റെ പ്രൈസ് ഇന്ന് തീരുമാനിക്കും, പ്രൈസും തീരുമാനിക്കും, ക്വാണ്ടിറ്റിയും തീരുമാനിക്കും, എന്ന് വിൽക്കും, എന്ന് വാങ്ങും എന്നുള്ള ഡേറ്റും. ഈ 3 കാര്യങ്ങൾ ഇന്ന് തീരുമാനിക്കും. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് 2 മാസമോ 3 മാസമോ 4 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും. ആൻഡ് ഫോർവേഡ്സിന്റെ മെയിൻ ഫീച്ചർ എന്താണ്? ദീസ് ആർ കസ്റ്റമൈസ്ഡ് ഓർ ദീസ് ആർ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് തിങ്സ്. ഇവിടെ ഓവർ ദ കൗണ്ടറിലൂടെയാണ് നടക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയല്ല നടക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി സെറ്റിൽമെന്റ്സ് ഒന്നുമില്ല. പക്ഷെ അവിടെ സെറ്റിൽമെന്റ്സ് യൂഷ്വലി എങ്ങനെയാണ്, ഫിസിക്കലിയോ അല്ലെങ്കിൽ ഫോണിലൂടെയോ മറ്റോ ആണ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കൗണ്ടർ പാർട്ടി റിസ്ക് ആണ്. കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് പറയുന്നു, ഇന്ന ദിവസം ഞാൻ ഇത്ര ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തരാമെന്ന്. പക്ഷെ ഞാൻ ആ ദിവസം എന്ത് ചെയ്തിട്ടില്ല, ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നിട്ടില്ല. അവിടെ എന്താണ്, അവിടെ ഒരു റിസ്ക് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അത് കൗണ്ടർ പാർട്ടി റിസ്ക് ആണ്. എഗ്രി ചെയ്യുന്ന ആള് എന്ത് ചെയ്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഡിസഗ്രിമെന്റ്സ് വരുത്തി. അതിനെയാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഇനീഷ്യലി നമുക്ക് കോൺട്രാക്ട് എഗ്രി ചെയ്യുമ്പോൾ കമ്മീഷൻ എമൗണ്ടോ ഇനീഷ്യൽ പേയ്മെന്റോ ഒന്നും നടത്തണ്ട. ഡയറക്ട്ലി എന്നാണോ ഡ്യൂ ഡേറ്റ് അന്ന് പൈസ കൊടുത്താൽ മതി. ആൻഡ് ഈ കോൺട്രാക്റ്റിന്റെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ
കോൺട്രാക്റ്റിൽ എന്താണോ പറയുന്നത് അതിൽ നമ്മൾ ആ ഒബ്ലിഗേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ പാലിച്ചിരിക്കണം. ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്, 3 മാസം 4 മാസം അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള മെച്യൂരിറ്റി ഡേറ്റ് ഇവിടെ ഉണ്ട്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ്സ്. ഫോർവേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് ഇത്. ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഫോർവേഡ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കും. ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കസ്റ്റമറിനനുസരിച്ച് മാറ്റാം. ഹെഡ്ജിങ്, അത് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനീഷ്യലായിട്ട് ഒരു തരത്തിലുള്ള പേയ്മെന്റും കൊടുക്കണ്ട. അത് സിമ്പിൾ ആണ്. അത് കാരണം അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവും. ഓൾസോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. കാരണം എന്താണ്, അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടല്ല നടക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിക്കാം. ഓക്കെ. ആൻഡ് അത് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. അതായത് ഇനീഷ്യലായിട്ട് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നടക്കണ്ട. അതുപോലെ തന്നെ രണ്ടാൾക്കാർ തമ്മിലുള്ള എഗ്രിമെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രൈവസി ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങളെല്ലാം ചെയ്യാം. These are advantages of forwards. Now, the disadvantages of forwards are counterparty risk. നേരത്തെ പറഞ്ഞ പോലെ ഒരാള് ഇപ്പൊ ഞാൻ പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ അടുത്ത ആഴ്ച ഒരു 30 പവൻ ഗോൾഡ് വാങ്ങും. പക്ഷെ ജ്വല്ലറിക്കാരൻ എന്ത് ചെയ്തു, എന്നെ പറ്റിച്ച അയാള് 30 പവൻ ഗോൾഡ് തന്നിട്ടില്ല. സോ എന്റെ കൗണ്ടർ പാർട്ടി ആരാണോ എനിക്ക് സെല് ചെയ്യാമെന്ന് പറഞ്ഞ അയാള് എന്നെ പറ്റിച്ചു. സോ ദർ ഇസ് കൗണ്ടർ പാർട്ടി റിസ്ക്. നമ്മുടെ ഓപ്പോസിറ്റ് കൗണ്ടറായി നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ എഗ്രിമെന്റിനോട് എന്താ പറയാ, സംയമനം പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവര് നമ്മുടെ എഗ്രിമെന്റിനോട് എഗ്രി ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളെ പറ്റിച്ചാൽ അവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് വരും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊന്നും കൗണ്ടർ പാർട്ടി റിസ്ക് വരില്ല, കാര്യം അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയതുകൊണ്ട്. ഇവിടെ അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഇല്ല. നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫ്യൂച്ചേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം, എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഇവിടെ ലിക്വിഡിറ്റി ഇല്ല. ആൻഡ് ദീസ് ആർ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെന്റ്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അല്ല ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആണെങ്കിലും ഓവർ ദ കൗണ്ടർ എഗ്രിമെന്റ്സ് അതിനുണ്ടാവും. സോ റെഗുലേറ്ററി റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ സെറ്റിൽമെന്റ് റിസ്ക് ഉണ്ട്. ഡെയിലി സെറ്റിൽ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിൽ മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞ ടേം ഒക്കെ പഠിക്കും. ഡെയിലി സെറ്റിൽമെന്റ് ഉണ്ട് അവിടെ. ഡെയിലി എത്ര പ്രോഫിറ്റ് എത്ര ലോസ് എന്നുള്ളത് അവിടെ കണ്ടുപിടിക്കും. ഇവിടെ സെറ്റിൽമെന്റ് റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ വാല്യുവേഷൻ ഇസ് വെരി കോംപ്ലക്സ്. ഓൾസോ ഇതിൽ ട്രാൻസ്പെറൻസി കുറവായിരിക്കും, കാര്യം ഇത് സ്റ്റാൻഡർഡൈസ്ഡ് അല്ലാത്തത് കൊണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫോർവേഡ്സ്. ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫോർവേഡ്സ്. ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, ബയറും ഉണ്ട് സെല്ലറും ഉണ്ട്, ടു ബൈ ഓർ സെൽ സംതിങ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രൈസ് എഗ്രീഡ് അപ്പോൺ ടുഡേ. ഈ വരുന്ന ഓഗസ്റ്റ് 30 ഞാന് 30 കിലോ അരി എന്ത് ചെയ്യും, സെല് ചെയ്യും എന്നുള്ള, ഇത്ര പ്രൈസക്ക് സെല് ചെയ്യും എന്നുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വരുന്ന മാസം ഇത്ര രൂപയ്ക്ക് ഇത്ര കറൻസി സെല് ചെയ്യും, അതിനാണ് ഞാൻ എന്ത് പറയുന്നത്, ഫോർവേഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ മെയിൻ ഫീച്ചർ എന്താന്ന് വെച്ചാൽ ദീസ് ആർ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് തിങ്സ്. ഇത് എവിടെ നിന്നാണ് നടക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അല്ല നടക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറമെ ഓവർ ദ കൗണ്ടർ ആയിട്ടാണ് ഇത് നടക്കുന്നത്. 2 പൊസിഷൻ ഉണ്ട്, ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെല് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോർട്ട് പൊസിഷൻ. ബൈ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് ലോങ് പൊസിഷൻ. ഇതൊക്കെ പക്ക ഫിനാൻഷ്യൽ terminologies ആണ്. And we have also seen what are the different characteristics of features of forwards. അതിന്റെ അഡ്വാൻറ്റേജസും പഠിച്ചു, ഡിസഡ്വാൻറ്റേജസും പഠിച്ചു. And in next part, we'll see what are futures, also the difference between forwards and futures.